ഹലോ, ഇന്ന് നിങ്ങൾക്കൊരു നല്ല ഒരു മെസ്സേജ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പെൺകുട്ടികൾക്കും എൻ്റെ ആൺകുട്ടികൾക്കും നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പം അവർക്ക് ഇപ്പം അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഉണ്ട്, പറഞ്ഞു കൊടുക്കും. ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, അതൊക്കെ പിള്ളേരെ ഒരു പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിള്ളേർ വളർന്നു വരുമ്പോൾ അവർ 10, 12 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ അവർക്ക് കോളേജിലൊക്കെ ആകുമ്പോൾ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അവർക്ക് മോശമായ അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരെ നെഗറ്റീവായിട്ട് അടുക്കുന്ന ബന്ധങ്ങൾ, റിലേഷൻ, ഫ്രണ്ട്സ്, അവരെ ഉപേക്ഷിക്കാനായിട്ട് അവരെ മനസ്സുകൊണ്ട് തയ്യാറാവണം. പ്രായത്തിൻ്റെതായ ചാബല്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും, വീക്ക്നെസ്സുകളുണ്ടാവും. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. കുറച്ച് അറിവായതിനു ശേഷം നമ്മൾ ജോലിയിലൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം ഇതുപോലെ റിലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കത് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുക. അതല്ലേ വേണ്ടത്. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിക്കാനാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെ ചെയ്തു, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ന്യൂസിൽ വരുന്നുണ്ട്. മൈക്കിൻ്റെ മുമ്പിൽ, ഒരു മൈക്കിൻ്റെ അല്ല, ഒരു 10,000 മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വന്ന് പറയുന്നുണ്ട്. അടുത്ത കാലത്ത് വേടൻ എന്ന് പറഞ്ഞ ഒരു വലിയ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫേമസ് ആയ ഒരു ആള് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ടുണ്ട്. ഈ ഡോക്ടർക്കും ഇതുപോലെയുള്ള ആൾക്കാർക്കൊന്നും വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ? ഇതൊന്നും വിദ്യാഭ്യാസമൊന്നും ഇതിൻ്റെ ഒരു അടിസ്ഥാനമല്ല. ഒരു സ്ത്രീക്ക് ഒരു ഇത് വേണം, എന്താ, സ്ത്രീക്ക് ഒരു അഭിമാനം വേണം, ഒരു കരുത്ത് വേണം. നമ്മുടെ ദേഹത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തവരെ തൊടാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മളത് കട്ട് ചെയ്യേണ്ട സമയത്ത് അങ്ങോട്ട് കട്ട് ചെയ്തേക്കണം. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ലേ? ഒരു സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഫ്ലാറ്റിൽ ചെല്ലുക, ഒരു ദിവസമല്ല പല ദിവസങ്ങൾ ചെന്ന് പീഡിപ്പിച്ചെന്ന് പറയുക. അങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ വേറെ പെൺകുട്ടികൾ വരിക. മോശമാണ്. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് വളരെ മോശമാണ്. നമുക്ക് വേണ്ടാന്ന് തോന്നിയത് നോ എന്ന് പറയാൻ പഠിക്കുക. നോ എന്ന് പറഞ്ഞാൽ നോ എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെയെങ്കിൽ ഒരാളും വരില്ല നിങ്ങളെ ഒന്ന് പീഡിപ്പിക്കാൻ. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൻ്റെ വഴിക്ക് പോവുക. നമ്മൾ വേണ്ടപ്പെട്ടവരോട് പറയുക, നമ്മുടെ പാരൻസിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഒരു ഇതുമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് ഇവിടെ ഈ നാട്ടിലല്ല, എവിടെയാണെങ്കിലും നമ്മൾ നല്ല തൻ്റെ ഇടത്തോടെ നമുക്ക് ഏത് സമയത്ത് ഏത് രാത്രിയിലും നമ്മൾ ഒരു സ്ത്രീ നമുക്ക് സ്വയം ഒരു ഇത് വേണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് നമ്മളെ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ പുറകെ അവർ പറയുന്നിടത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, ബോധത്തോടെ പെരുമാറുക. ഇന്ന് എല്ലാം കാണുന്നതൊന്നും മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ കാണുന്നത് മൊത്തം നമ്മളങ്ങ് കയറി അറ്റാക്ക് ചെയ്യാതെ നമ്മൾക്ക് വേണ്ട നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. ഇതുപോലെ ഈ ട്രാപ്പിൽ പെടുത്തിയിട്ട് എന്നെ അങ്ങനെ ടച്ച് ചെയ്തു, ഇങ്ങനെ ടച്ച് ചെയ്തു, എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു ഓരോ ആൺകുട്ടികളുടെ ജീവിതത്തിലേക്ക്, ലൈഫിലേക്ക് വരുന്ന സ്ത്രീകളുമുണ്ട്. അവരൊന്നും ശാശ്വതമായിട്ട് മുന്നോട്ട് പോകില്ല. അവിടെയാണ് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവൾ എന്തായാലും ഇങ്ങനെ വന്നതല്ലേ, എന്നാൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കും, അങ്ങനത്തെ അവളാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാതെ നമുക്ക് വേണ്ട നമുക്ക് സുഹൃത്തുക്കൾ വേണം, നമുക്ക് റിലേഷൻ വേണം, ബന്ധങ്ങൾ വേണം. അത് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. നമ്മുടെ 10 പേരിലും നമുക്ക് ഒരുപോലെയല്ല. നമ്മുടെ ജോലി സ്ഥലത്തും അതുപോലെ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരും ഒരേ വീട്ടിൽ നിന്ന് വരുന്നവരല്ല, ഒരേ അപ്പനമ്മൻ്റെ മക്കളല്ല. അവർക്കൊക്കെ പല സ്വഭാവങ്ങളായിരിക്കും. നമ്മൾ നല്ലതായിരിക്കുക, നമ്മൾ നല്ലതാണെങ്കിൽ ഇതിലേക്കൊന്നും പോകേണ്ടി വരില്ല. നമുക്ക് എല്ലാ ബന്ധങ്ങളും വേണം, എല്ലാ റിലേഷനും വേണം, ഫ്രണ്ട്സ് വേണം, എല്ലാം വേണം. പക്ഷെ അത് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോവുക. അല്ലാതെ അവർ പറയും നമുക്കൊന്ന് കാപ്പി കുടിക്കാം, എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോയിട്ട് ദിവസങ്ങളോളം പോയിട്ട് പീഡിപ്പിച്ചു. നമ്മൾ ഒരു ദിവസം നമുക്കത് പറ്റില്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് പോരുക, അവിടെ നിന്ന് പോരുക. അതാണ് അതിൻ്റെ ഒരു അന്തസ്സെന്ന് പറയണത്. ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ അന്തസ്സെന്ന് പറയണത് ആ റിലേഷൻ അങ്ങോട്ട് മുറിച്ച് കളയുക.
എന്നിട്ട് നമ്മളവിടെ നിന്ന് മാറി നിൽക്കുക. അത്രേ പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കൊക്കെ തരണം, എനിക്ക് കമൻറ്റ് തരണം, എന്നെ ഫോളോ ചെയ്യണം, എനിക്ക് കമൻറ്റ് തരണം, പിന്നെ ലാസ്റ്റ് വരെ അവസാനം വരെ എൻ്റെ വീഡിയോ കാണണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.